വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ്. ഈവനിങ് ടു നൈറ്റ് വരെയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുന്നതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതാ വൈകുന്നേരത്തേക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഏലാഞ്ചിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചൂട് കട്ടൻ്റെ കൂടെ ഏലാഞ്ചിയൊക്കെ കൂട്ടി കഴിച്ച് അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് അതിന്ന് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതാ ഞാൻ മക്കളെയും കൊണ്ടൊക്കെ ഞാൻ ഒക്കെയും കൂടെ ഒക്കെ ഒന്ന് പുറത്തേക്ക് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. മുറ്റത്തൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതാ ഒരു പാഷൻ ഫ്രൂട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയിൽ നിന്ന് പഴുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. അതിമ അധികം ഒന്നും കായൊന്നും ഉണ്ടാവില്ല കേട്ടോ. വല്ലപ്പോഴും ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പന്തലായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും അധികം കായൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുഞ്ഞു ഗാർഡൻ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കുഞ്ഞു ഗാർഡൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇക്കയാണ് ഇതെല്ലാം നോക്കി കുഴിച്ചിടുന്നതും നനച്ചു കൊടുക്കുന്നതും ഒക്കെ ഇക്കയാണ് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ആകെ വൈകുന്നേരം മാത്രം കുറച്ച് ടൈം കിട്ടുക. എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടികളും സ്കൂളില്ലാതെ അവരുടെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൂടെ ആയിട്ട് ഞാനാണത് നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര വൃത്തിയിലും ഭംഗിയിലൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഇത് കെയർ ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും പിന്നെ നനച്ചു കൊടുക്കുന്നതും എല്ലാം ഇക്കയാണ്. ഇതൊക്കെ നമ്മുടെ കിച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കളിക്കാനായിട്ട് വന്നതാണ്. അവർ ഈ റോട്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഓടി കളിക്കുകയാണ് അവിടെ. ചെടികളൊക്കെ ഈ അടുത്താണ് ഇങ്ങനെ റോസ് മാത്രം എൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇപ്പോഴാണ് ഈ അടുത്താണ് ഇങ്ങനെ കുഴിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേറൊരു സംഭവം ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ടാങ്ക് ടിന്നിലെ നമ്മുടെ 10 മണിപ്പൂ ഉണ്ടല്ലോ, അത് വെച്ചതാണ്. പിന്നെ അതൊക്കെ 10 മണിപ്പൂവിൻ്റെ പല കളറുകളും പല മോഡലുകളൊക്കെയാണ്. ഒഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പഴയ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്തൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിലൊക്കെ വെച്ചതാണ്. ഇപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ ടെർട്ടിൽ വൈന് അതും എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇക്കാക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കണ്ടാലും ഇങ്ങനെ പറയും നമുക്കും ഇതുപോലെ ഒന്ന് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതാ അങ്ങനെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ കിളിർത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതും 10 മണിപ്പൂ നമ്മുടെ ഓടിനൊക്കെ പാത്തി ആയിട്ട് വെച്ച് കൊടുക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിലാണ് മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിരുന്നു ആദ്യം ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഈ ഒരു തോട്ടത്തിനകത്ത്. പക്ഷേ ഇപ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അതിലധികം ചെടികളൊന്നും അതിൽ നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒഴിവാക്കി. കുറേ കാട് പോലെ ഉണ്ടായിട്ട് അതൊക്കെ ഒഴിവാക്കി. ഇവിടെ ഇപ്പോൾ കുറച്ച് പൂ വരുന്ന കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചട്ടിയിലേക്ക് മാറ്റി. ഇതൊക്കെ മല്ലികയൊക്കെ പറയുമ്പോൾ സീസൺ പൂക്കളാണല്ലോ. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുള്ള വലിയൊരു പൂവായിരുന്നു കേട്ടോ. അധികം വലുപ്പമില്ലാത്ത ഒരു മരത്തിൽ വലിയ പൂക്കളായിട്ടുണ്ടായിട്ട് അതിന് നിൽക്കാൻ ശേഷിയില്ലാണ്ടത് വീണ് പോവാണ്. പിന്നെ ഇതൊക്കെ ചട്ടിയിലേക്ക് മാറ്റാനുള്ളതാണ്. വാങ്ങിച്ചു കൊണ്ടുവന്ന ചട്ടിയൊക്കെ തീർന്നുകൊണ്ട് തനിക്കാലം അവിടെ മണ്ണിൽ വെച്ചതാണ്.
ഇപ്പം മക്കളൊക്കെ മുറ്റത്ത് നല്ല കളിയിലാണ്. ലങ്ക കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാനിന്ന് രാത്രിത്തേക്ക് സേമിയ വെച്ചിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തന്തൂരി ചിക്കൻ സേമിയ ബിരിയാണിയാണ് അന്ന് രാത്രിത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ആക്കിയിട്ട് റെഡിയാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 1 മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അരവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. സേമിയ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കിയത്, പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനതിലേക്ക് എടുത്തിട്ടുള്ള ഡബിൾ ഹൗസിൻ്റെ വലിയ സേമിയ ആണ്. ഒരു 400 ഗ്രാം വരെ ഉണ്ടാവും. ഇതിൻ്റെ 400 ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് പാക്ക് പൊട്ടിക്കാതെ കൈകൊണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരേ ലെവലിൽ പിന്നെ കിട്ടില്ല കേട്ടോ. പിന്നെ പാക്ക് പൊട്ടിച്ചിട്ട് ഓരോന്നിട്ട് പീസാക്കി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇത് പാക്ക് പൊട്ടിക്കാതെ പാക്കിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഒരേ വലുപ്പത്തിൽ വേണം കൈകൊണ്ട് മുറിച്ചെടുക്കാൻ. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ പാക്ക് പൊട്ടിച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അത് കൈ കൊണ്ട് നല്ല കറക്റ്റ് വലുപ്പത്തിലാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ റെഡിയാക്കാം. പിന്നെ ഒരുപാട് ചെറുതായിട്ട് മുറിച്ചെടുക്കരുത്. ഒരുപാട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കുന്ന സമയത്ത് പറ്റ കുഴഞ്ഞു പോവും. അത്യാവശ്യം ഒരു വലിയ പീസൊക്കെ ആയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് നീളമൊക്കെ ഉള്ള ഒരു പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അതിന് മുന്നേ അതിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയാം. 1 കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല തന്തൂരി ചിക്കൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരു ആവശ്യത്തിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ 2 സവാളയാണ് എടുത്തിട്ടുള്ളൂ, പിന്നെ 2 തക്കാളിയും. ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതി, വലുതാണെങ്കിൽ 1 മതി. അധികം മസാലയൊന്നും വേണ്ട. ഇതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ മതി കേട്ടോ. ഇനി നമുക്ക് സേമിയ ഒന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ വേണം നിർബന്ധമില്ല, ഓയിൽ ഒഴിച്ചാലും മതി. അത്യാവശ്യം കുറച്ച് വലിയൊരു പാൻ എടുക്കട്ടോ. അത് റോസ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം കുഴിയുള്ള വലിയൊരു പാൻ എടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത്. എന്നിട്ട് നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേഗത്തിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. എന്നാൽ കരിയാതെ ശ്രദ്ധിക്കും വേണം. ഇളക്കി നല്ല പോലെ എല്ലാ സൈഡിലും എത്തുന്നത് വരെ കൈ വെക്കാതെ ഇളക്കിയിട്ട് വേണം അത് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ. ഇതിപ്പോൾ ഇതാ ചെറിയ രീതിയിൽ റോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ റോസ്റ്റാക്കി എടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് നല്ലോണം കളർ മാറി കിട്ടുന്നത്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് തിളപ്പിച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ അത് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി തുടങ്ങാം.
അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാനത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, എന്നിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം ഓയിലിൽ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഓയിലാണല്ലോ നമ്മൾ തന്തൂരി ഫ്രൈ ആക്കി എടുക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കുറച്ച് ഓയിൽ, ഈ ഓയിൽ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിക്കന് ഒന്ന് അത്യാവശ്യം വേവാണ്, നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെന്തിട്ട് കിട്ടണം. ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കന് ഇനി അധികം പിന്നെ വേവിക്കില്ല കേട്ടോ. അപ്പോൾ അതിനാവശ്യം നമ്മൾ ചിക്കന് എത്രത്തോളം അത്രയും വേവിച്ചിട്ടെടുക്കണം. ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തന്തൂരി ശരിക്കും മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ചിക്കനൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഇതാ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കനൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഓയിലിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 സവാള സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള 2 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം മസാല ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും കുറച്ച് സവാള, 2 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മീഡിയം വലുപ്പത്തിലുള്ളത്. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് കറാമ്പൂ, പട്ട, പിന്നെ അതുപോലെ തന്നെ ഏലക്ക, ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സേമിയ, വറുത്ത് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സേമിയ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം വേവിക്കാനേ പാടുള്ളൂ. അധികം വേവിക്കരുത്. അധികം വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് കട്ടയായിട്ടായിരിക്കും, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ കട്ടയായിട്ട് ആകുമ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല. ടേസ്റ്റൊക്കെ നല്ലപോലെ മാറിപ്പോവും. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സേമിയ ഒന്ന് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി കുറച്ച് റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പച്ചവെള്ളം കൊണ്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് നല്ല പോലെ പോയിട്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതൽ പച്ചവെള്ളം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടും, ഒട്ടിപ്പോവാതെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിലുള്ള സ്റ്റാർച്ചൊക്കെ നല്ല പോലെ ഒന്ന് പോയിട്ട് കിട്ടും. ഇതുപോലെയായിട്ട് കിട്ടും.
ഇതാ ഉള്ളി നമ്മൾ എല്ലതും വഴന്നു വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പുളി കൂടാതെ നോക്കണം. ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി. ഞാൻ 2 എണ്ണം എടുത്തെങ്കിലും ഒരു 1.5 തക്കാളി മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില പുതിനയില അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിനിടയ്ക്ക് എൻ്റെ നിച്ചുക്കുട്ടിനെ ചെറിയൊരു കച്ചറ കാണിച്ചതുകൊണ്ട് എൻ്റെ ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ. അധികമൊന്നും ഇല്ല, ചെറുതായിട്ടൊരു സൈഡിൽ ഒന്ന് കരിഞ്ഞു പോയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഗരം മസാല പൗഡർ. പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കിയ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ മറന്നു പോയി, പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനിൽ ഉപ്പുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് നല്ല ഡ്രൈ ആയിട്ടാണല്ലോ കിടക്കുന്നത്, ഒട്ടും ഗ്രേവി ഇല്ല. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇത് ഗ്രേവി പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ടിട്ട് ഒരു പകുതി ഭാഗം ആദ്യം ഇട്ടിട്ട് അതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ബാക്കി പകുതി കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്ക് മിക്സാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം പകുതി ഭാഗം ഇട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റ് ചിക്കൻ ഇട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ നല്ല പോലെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി പകുതി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടാൽ നമ്മൾ പച്ചവെള്ളം കൊണ്ട് കഴുകി നല്ല പോലെ വറുത്തെടുത്തതൊക്കെ ആയതുകൊണ്ട് തന്നെ സേമിയ ഇതുപോലെ നല്ല പോലെ വേറിട്ടിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് പറയും. നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഭവം തന്നെ തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പായി പോകില്ല, ഒരിക്കലും ടേസ്റ്റ് ഇല്ലെന്ന് പറയില്ല. കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല വെറൈറ്റി ഒരു അടിപൊളി ഡിഷ് റെഡിയാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇതിലേക്ക് ടച്ചിങ്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തൂമാണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. തൂമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഇപ്പോൾ ഇതിൻ്റെ റെഡിയാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗത്തിൽ വരാം. അതുവരേക്കും ബായ്.